കൊണ്ടു പാരനെ നിന്നെ വീട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നിന്നെ വീട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ 113 സങ്കീർത്തനം 113 വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. ചേർന്ന് വായിക്കാം. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഓർത്തൊരു പ്രാവശ്യം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. അല്പസമയം തിരുവതിന് മുമ്പിലായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനും ദൈവം തന്ന പദവികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവരെ ഒന്നും കൂടാതെ 1-2 കാര്യങ്ങൾ ഈ വേദഭാഗത്തിൽ നിന്ന് ഓർപ്പിച്ച് ദൈവസന്നിധിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. 113 സങ്കീർത്തനമാണ് നാം വായിച്ചു. സാംസ് 130. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം ഇസ്രായേൽ മക്കൾ അവരുടെ ഉത്സവങ്ങളിൽ വായിച്ചു കൊണ്ടിരുന്ന 6 സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ സങ്കീർത്തനമാണ് 113. ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്സവങ്ങൾ 7 ഉത്സവങ്ങളുണ്ടായിരുന്നു. അതിൽ ആ ഉത്സവം നടക്കുന്ന സമയത്ത് 6 സങ്കീർത്തനങ്ങൾ അവർ ഭക്ഷണത്തിന് മുൻപും ഭക്ഷണം കഴിഞ്ഞും വായിച്ചിരുന്നു. ഭക്ഷണത്തിന് മുൻപ് വായിച്ചിരുന്ന 2 സങ്കീർത്തനങ്ങളാണ് 113 114 സങ്കീർത്തനം. ലേവ്യപുസ്തകം 23 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഉത്സവങ്ങളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ജനം കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടെ അവർ പാടിയ കീർത്തനമാണ് ഭക്ഷണത്തിന് മുൻപ് 113 114. അതിനകത്ത് പ്രാരംഭമായി നാം കാണുന്നത് യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ വാഴ്ത്തുക. എന്തിനാണ് ദൈവസന്നിധിയിൽ ഉത്സവങ്ങളിൽ കടന്നു വരുന്നത് എന്ന് ഓർപ്പിക്കുന്ന വാക്യങ്ങളാണ് ആദ്യത്തെ പ്രാരംഭമായ 6 വാക്യങ്ങൾ. ഉച്ച കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം അവർ 115 മുതൽ 118 വരെയുള്ള ആ 4 സങ്കീർത്തനങ്ങളും തുടർമാനമായി അവിടെ ഉത്സവങ്ങളിൽ വായിച്ചു വന്നിരുന്നു. ആ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് മുഴുവനും യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ വാഴ്ത്തുവിൻ. നാം ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നത് നമുക്ക് വേറെ ഒരു ഉദ്ദേശവുമില്ല, നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ ആരാധിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ നമുക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ സങ്കീർത്തനങ്ങളെല്ലാം വായിച്ചു നോക്കിയാൽ 114 പറയുന്നു, എന്തിന് സ്തുതിക്കണം? ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുടെ ജാതിയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദാവിൻ്റെ അങ്ങനെ താഴ്ത്തോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ മുഴുവനും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുക. അപ്പോൾ ഇന്ന് പകലിൽ ദൈവജനം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകമായ. ഇവിടെ ഇന്ന് ഈ പാട്ട് പാടിയപ്പോൾ തേനിലും മധുരമാം ആ കർത്താവിനെയും അവൻ്റെ കൃപകളെയും രുചിച്ചറിയുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഇതുപോലെ ഒരു സന്തോഷം വേറെ എങ്ങും കിട്ടത്തില്ല. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് നമ്മുടെ കർത്താവ് മതിയായവനാണ്.
അപ്പോൾ ഈ വേദപുസ്തകം മുഴുവനും പറയുന്നത് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുക, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ എന്ന് പറയുന്നത്. യഹോവയുടെ നാമത്തെ എന്ന് പറയുമ്പോൾ ദൈവമേ എന്ന ഒരു കാര്യം ആവർത്തിച്ച് സ്തുതിക്കാന്നൊരു കാര്യമല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് യഹോവയുടെ നാമങ്ങളെ ചൊല്ലി സ്തുതിക്കണം. എന്തൊക്കെയാണ് യഹോവയുടെ നാമങ്ങൾ? ഒത്തിരി ഉണ്ടല്ലോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്. ഏലോഹീം ദൈവം, ഹല്ലേലൂയ, അധികാരവും ശക്തിയും നൽകുന്നു. ഏലെലിയോൻ അത്യുന്നതനായ ദൈവം. ഏലോലോം നിത്യ ദൈവം. യഹോവ നിസി, യഹോവ എൻ്റെ കൊടി, യഹോവ റാഫ. അപ്പം നാം ആലയത്തിൽ വരുമ്പോൾ ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്നോർത്തിട്ട് ആ നാമത്തിൽ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യം പ്രാപിച്ച് നാം കടന്നു വന്നെങ്കിൽ റാഫയായിരിക്കുന്ന യഹോവയെ ഇന്ന് പകൽക്കാലം നാം സ്തുതിക്കണം. ഹല്ലേലൂയ. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു വന്നിട്ട് അത് വിടുതൽ പ്രാപിച്ചിട്ടാണ് ഇന്ന് കടന്നു വന്നെങ്കിൽ, ഹല്ലേലൂയ, അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നീ വാഴ്ത്തണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എപ്പോഴും പരാജയം മാത്രം കണ്ടിട്ട് പരാജയത്തിൽ ഉറച്ച് പലപ്പോഴും നാം ഭാരപ്പെട്ടു നിന്നപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മെ വീണ്ടെടുത്ത് നമുക്ക് ജയം തന്ന ഹല്ലേലൂയ ദൈവത്തെ, യഹോവ എൻ്റെ നിസി എന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം നാം സ്തുതിക്കണം. അതാണ് യഹോവയുടെ നാമത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്കാരായിരുന്നു. സ്തോത്രം. അത് ഓർക്കുമ്പോൾ പിന്നെ ഹല്ലേലൂയ ഇവിടെ നിന്ന് ആരാധിപ്പാൻ ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുവാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് ഹല്ലേലൂയ നാം ഓർത്തു കഴിയുമ്പോൾ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ ലഭിച്ച നന്മകളെ കുറിച്ച് നാം ദൈവത്തിന് നന്ദി പറഞ്ഞെങ്കിലേ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ, അതിന് വിടുതൽ കിട്ടണമെങ്കിൽ നാം എന്തു ചെയ്യണം? നാം ഇപ്പോൾ ലഭിച്ച നന്മകൾക്ക് നാം നന്ദി പറയണം. അപ്പൊ എന്തിനാ ആരാധനയ്ക്ക് കടന്നു വന്നത്? ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയണം. അത് ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പറയുക. ആ നന്ദി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കിവിടെ ഒന്നും നിർത്താൻ പറ്റത്തില്ല, അല്ലേ? നമ്മളെ എവിടെ നിന്ന് കൊണ്ടുവന്നു, എവിടെ നിന്ന് വിളിച്ചു, ഇപ്പോൾ എവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അല്ല, ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പറഞ്ഞല്ലോ, ഇതൊന്നും ജോയൽ പല പ്രാവശ്യം ആ പ്രാർത്ഥന വാചകം ചൊല്ലി, ഇതൊന്നും അനുഭവിപ്പാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ ദൈവത്തെ, കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതൽ പ്രാപിക്കാൻ കഴിയുകയില്ലെന്നാണ് ഹല്ലേലൂയ ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തെ നാം സ്തുതിക്കണം. രണ്ട് വാക്യങ്ങളോടെ വായിച്ച് വേഗത്തിലിരിക്കാം. ഹല്ലേലൂയ. 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഒന്ന് വായിക്കണമേ. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങൾ. ഫസ്റ്റ് ക്രോണിക്കിൾ chapter 29 verse 10 to 13. ഒന്ന് വായിക്കാമോ ആരെങ്കിലും? 1 ദിനവൃത്താന്ത പുസ്തകം. പിന്നെ ദാവീദ് സർവസഭയുടെ മുൻപാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവ മഹത്വവും തേജസ്സും ശക്തിയും യശസ്സും മഹിമയും ദൈവത്തിനുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ആർക്കാ? ദൈവത്തിനുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നും നമ്മുടെ അല്ല. ഇത് മുഴുവനും ദൈവത്തിന്റെ ദാനമാണ്. അത് ദാവീദ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതേ ഉള്ളൂ. ഇന്നൊക്കെ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഈ ആരാധന മധ്യേ ഓർക്കേണ്ടത്, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതാ. വായിച്ചേ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളത്, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും
ബഹുമാനവും ആരിൽ നിന്നാ വരുന്നേ? നാം ആരാധിക്കുന്ന ദൈവത്തിൽ നിന്ന്. അതുകൊണ്ടാണ് വചനം പഠിക്കുമ്പോൾ പ്രത്യേകം പറയുന്നത്, ഇതൊന്നും നിന്റെ കൈ ഉണ്ടാക്കി നീ പറയരുത്, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാ. അതുകൊണ്ട് പൗലോസ് ഒരിക്കൽ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പോകട്ടെ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ യശസ്സിനെ, തേജസ്സിനെ, മാനത്തെയൊക്കെ അനുഭവിച്ചറിഞ്ഞവർ അടങ്ങിയിരിക്കാതെ അവിടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കർത്താവേ, സകലവും നിന്നാലും നിന്നിലേക്കുമാകുന്നു, നിന്നെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഇന്ന് പകലിൽ ഹല്ലേലൂയ പലപ്പോഴെങ്കിലും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എനിക്ക് ഇതൊക്കെ തന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണെന്നൊക്കെ ഹൃദയത്തിൽ ചിന്തിക്കുന്നെങ്കിൽ ഹല്ലേലൂയ അതൊക്കെ വിട്ടിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ദൈവം നിനക്ക് ആരോഗ്യം തന്നു, ഈ ദൈവം നമുക്ക് ഹല്ലേലൂയ സമ്പത്ത് തന്നു, ധനം തന്നു, ഹല്ലേലൂയ നല്ല തലമുറകളെ തന്നു, നല്ല ആലയം തന്നു, ഹല്ലേലൂയ എല്ലാ സൗകര്യങ്ങളും തന്നില്ലേ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരാധനയിൽ നമ്മുടെ അജണ്ട എന്താ? എൻ്റെ കർത്താവിനെ വാഴ്ത്തുക. ഹല്ലേലൂയ. ആകാശത്തിലും ഭൂമിയിലുമുള്ളവ എല്ലാവരും അവനെ കുനിഞ്ഞു നോക്കിയിട്ട് ഉന്നതത്തിൽ അധിവസിക്കുന്നതിനായി ദൈവത്തെ ആരാധിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയണം. കാരണം ഹല്ലേലൂയ അതിൻ്റെ അടുത്ത വാക്യം വരുമ്പോൾ അടുത്ത മൂന്ന് വാക്യം ദൈവം ചെയ്ത നന്മയാ. 6 വാക്യം ദൈവം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ അടുത്ത 3 വാക്യം ദൈവം ചെയ്ത നന്മയാ. എന്തുവാ ചെയ്തേ? അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ, ഈ കുപ്പയിലൊന്നും ആരും ജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരും അറിഞ്ഞുകൊണ്ടോട്ട്. പക്ഷേ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന പിശാച്, ശത്രുവായവൻ നമ്മളെ അങ്ങനെയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചെടുത്ത് നിന്ന്, പ്രൈസ് ദി ലോർഡ്, അവൻ നമ്മെ എന്തോ ചെയ്തു? ഉയർത്തി. എൻ്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. അതാരെല്ലാം തടഞ്ഞാലും ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും ഹല്ലേലൂയ ഹല്ലേലൂയ സാധ്യത തെളിയുന്നില്ലെങ്കിലും ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ. ഹല്ലേലൂയ. നീ വിശ്വസിച്ച് ആരാധിക്കുന്ന ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ താഴ്ത്തുന്ന ദൈവമല്ല. മനുഷ്യൻ പലപ്പോഴും നമ്മെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കർത്താവ് നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. വേദപുസ്തകം മുഴുവനും ഹല്ലേലൂയ പരിശോധിച്ചാൽ നമ്മുടെ സന്തോഷവും അതല്ലേ. നമ്മളെ ഉയർത്തിയത് ആരാ? നമ്മുടെ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ സ്തോത്രം. ദാവീദിനോട് പറയുന്നുണ്ട് 2 ശമൂവേലിൻ്റെ പുസ്തകം ഹല്ലേലൂയ 7-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഒക്കെ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദിനോട് പറയാം, ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് എടുത്തു. എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അത് ഞാൻ പറഞ്ഞു, എവിടെ നിന്നാണ് കൊണ്ടുവന്നേ? ദാവീദ് ആരാധന വന്നു കഴിഞ്ഞപ്പോൾ, ആ പെട്ടകമൊക്കെ ആയിട്ട് പോയപ്പോൾ അവൻ്റെ ആരാധന കണ്ടിട്ട് സ്തോത്രം അവൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങ് തുള്ളിച്ചാടി ആരാധിക്കുക. ഞാനിവിടെ ചിലരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മതി മറന്ന് ആരാധിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ ഇടത്തും വലത്തും ഒന്നും നോക്കണ്ട. ആ കൃപ ലഭിച്ചവർ അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ ദൈവം ജീവിതത്തിൽ ചെയ്തതോർത്താൽ മൗനമായിരിക്കാൻ പറ്റത്തില്ല. ദാവീദ് പറയുക, എല്ലാവരും മറന്നു, അപ്പനും അമ്മയും മറന്നു, ഹല്ലേലൂയ എല്ലാവരും മറന്നു, സഹോദരങ്ങൾ മറന്നു, പക്ഷെ എന്നെ കണ്ട ഒരു ദൈവം ഹല്ലേലൂയ അവിടെ നിന്ന് എടുത്തിട്ട് എന്നെ ഈ പുൽപ്പിറ്റയിൽ നിർത്തുവാൻ, ഈ ജനത്തിന്റെ പ്രഭുവാക്കി എന്നെ നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞാൻ അവനെ ഇതിലും അധികമായി ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹന്നയോട് ചോദിച്ചാൽ പറയും, എന്തിനാ അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി എങ്ങനെയാ വസിക്കുമാറാക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പം മക്കളെയൊക്കെ നൽകുന്നത് എന്തിനാ? ഹല്ലേലൂയ. അവൻ സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വത്തെ ആരാധനയിൽ വർണ്ണിക്കുക, സ്തുതിക്കുക. നമുക്ക് വേറെ ഒരു ഹല്ലേലൂയ പരിപാടിയും വേണ്ട. ആരാധന മാത്രം ദൈവത്തിന് കൊടുക്കുക. ആരാധനയിൽ അവൻ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും. അവൻ ചെയ്യുന്ന നന്മ നമ്മെ ഉയർത്തി എവിടെ നിന്നൊക്കെ ഉയർത്തിയെന്ന് ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പിരുന്ന് ശോധന ചെയ്താൽ മതി. എന്നിട്ട് വരും നിമിഷങ്ങളിൽ അതിനൊത്തങ്ങ് ആരാധിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയില്ലേ? ഹല്ലേലൂയ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാനൊന്നും ഇവിടെ വരാൻ ഒരു ചാൻസും, ഒരു പെർസെൻറ്റേജ് പോലും ചാൻസ് ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജോയലൊക്കെ ഹല്ലേലൂയ സ്തോത്രം, അവർക്കൊക്കെ അറിയാം. ജോയൽ വരുമെന്ന് ഇവിടെ ചിന്തിച്ചോ?
1% പോലും സാധ്യതയില്ലാത്തത്. എവിടെ പാർക്കണം, എവിടെ പാർപ്പിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ ഉയർത്തുന്ന ദൈവം നമ്മെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആരും സഹായിപ്പാനില്ലെങ്കിലും, ആരും നമ്മെ റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും, അവൻ നമ്മെ കുപ്പയിൽ നിന്ന് ഉയർത്തി എവിടെയായിരുത്തുന്നേ? തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാൻ ശക്തനായ ദൈവത്തെ. അതുകൊണ്ട് യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.